ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു കട്ട്ലേറ്റിക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കാബേജ് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉള്ളതുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് റവയാണ് ചേർത്തെടുക്കുന്നത്. ഈ റവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ റവ ചേർത്തെടുക്കാൻ. എന്നിട്ട് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ ഈ റവ. അപ്പോൾ വെള്ളം കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തിളച്ചിട്ടുള്ള വെള്ളം ചേർത്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കനാണ് ചേർത്തെടുക്കുന്നത്. ചിക്കന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് വേവിച്ചിട്ടിട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടുവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കയ്യിൽ കുറച്ച് ഓയിൽ പരത്തി നമുക്കിതൊരു ഏത് ഷേപ്പിലാണ് ആക്കണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ കട്ട്ലേറ്റ് റെഡിയാക്കണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഈ രീതിയിലാണ് ഞാൻ കട്ട്ലേറ്റുകൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ എല്ലാതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലവറിൽ നമ്മൾ മുക്കിയെടുക്കുന്നത് ഇത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കട്ടെ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലായാലും കുഴപ്പമില്ല. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും കാരം ഈ ഒരു കട്ട്ലേറ്റിന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. റവയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടും ഉള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.